പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെയാണ് പാകിസ്ഥാൻ നമ്മളോട് കുറച്ച് സിന്ദൂരം ചോദിച്ചതേ ഉള്ളൂ, നമ്മൾ ഹോളി തന്നെ തിരിച്ചു കൊടുത്തു. പക്ഷേ ഈ സിന്ദൂരം എന്ന വാക്ക് ഇഷ്ടപ്പെടാത്ത ധാരാളം മാർക്സിസ്റ്റുകളും ജിഹാദികളും ഇസ്ലാമിസ്റ്റുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർ എം സ്വരാജിൻ്റെ രൂപത്തിലും ശാരദക്കുട്ടിയുടെ രൂപത്തിലും ഒക്കെ വരും. ശാരദക്കുട്ടി പറയുന്നത് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആലോചിച്ചിട്ട് അവരുടെ ഗർഭപാത്രം പിളരുന്നു എന്നാണ്. ഇവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം ഓർക്കുമ്പോഴും അങ്ങനെ തന്നെയാണെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷേ പഹൽഗാമിലോ അതിനു മുമ്പുള്ള ഭീകര സംഭവങ്ങളിലോ കശ്മീരിൽ 40 CRPF ജവാന്മാർ കൊല്ലപ്പെട്ടപ്പോഴോ ഒന്നും അവരുടെ ഗർഭപാത്രം പിളർന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ചരിത്രത്തിൽ ധാരാളം കരാളതകൾ മുൻപേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഇസ്ലാം വരണം എന്നുള്ളത് ഇസ്ലാമിക ഖലീഫമാരുടെ ആദ്യകാലത്ത് തന്നെ ആഗ്രഹമാണ്. അത് 8-ാം നൂറ്റാണ്ടിലൊക്കെ സിന്ധിലേക്കുള്ള ആക്രമണത്തിൻ്റെ രൂപത്തിൽ ആദ്യം ആക്രമണം നടക്കുന്നത് സിന്ധിലേക്കാണ്. സിന്ധ് പിടിച്ചടക്കിയിട്ടാണ് പിന്നീട് വലിയ ഇന്ത്യ സാമ്രാജ്യത്തിലേക്കൊക്കെ ഇസ്ലാം ആദ്യം സുൽത്താന്മാരും പിന്നീട് മുഗൾ ഭരണവുമൊക്കെയായി കടന്നു വരുന്നത്. അതായത് ആദ്യം തന്നെ ഇസ്ലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് അത് അധിനിവേശത്തിൻ്റെ രൂപത്തിലാണ്, ആക്രമണങ്ങളിലൂടെയാണ്. അത് മതം വളർത്തണം എന്നതുകൊണ്ട് ക്ഷേത്രങ്ങളുടെ ആക്രമണങ്ങളിലേക്ക് തിരിഞ്ഞതായിട്ട് നമുക്ക് സോമനാഥ ക്ഷേത്രത്തിൻ്റെയോ കാശിയുടെയോ ഒക്കെ കഥകളിൽ നിന്നറിയാം. നമുക്ക് മുഹമ്മദ് ഗസ്നി മുതൽ ഔറംഗസേബ് വരെയുള്ള ആളുകളുടെ ചരിത്രത്തിൽ നിന്നറിയാം. പക്ഷേ എം സ്വരാജ് പണ്ട് ചെറുകഥ എഴുതിയിരുന്ന ആളാണ്. ശാരദക്കുട്ടി കോളേജിൽ മലയാളം പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. ഇതൊന്നും ചരിത്രവുമായിട്ടോ യുദ്ധവുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഒരു മതം എങ്ങനെയാണ് മറ്റു മതങ്ങളെ കീഴടക്കുന്നത് എന്ന് സാഹിത്യത്തിൽ പഠിപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് ശാരദക്കുട്ടിക്ക് അതറിയാത്തത്. ചരിത്രമാകെ ഈ ഇസ്ലാമിൽ നിന്നുള്ള ചോര പുരണ്ട് കിടക്കുകയാണ്, പ്രത്യേകിച്ച് ഇന്ത്യ ചരിത്രത്തിൽ. അത് അവർ വായിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അസംബന്ധം വിളിച്ചു പറയുകയില്ലായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം സിന്ധു നദീക്കരയിലെ ആക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ 700 കൊല്ലത്തെ ഇസ്ലാമിക അധിനിവേശം പടരുകയാണ്. ആ കാലത്ത് ഒരാളെപ്പറ്റി പറയുന്നത് മഹാനായ അക്ബർ എന്നാണ്. ഒരു മഹത്വവും അയാളുടെ ജീവിതത്തിലില്ല. അയാളുടെ ജീവിതകാലത്താണ് ചിത്തോർഗഡ് കോട്ടയിൽ അനവധി സ്ത്രീകൾക്ക് അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളയേണ്ടി വന്നത്. അക്ബർ ഈ മഹാനായ എന്നുള്ളത് നമ്മൾ ഉദ്ധരണി ചിഹ്നങ്ങളിൽ ഇടേണ്ടി വരും. ഈ പറയുന്ന മഹാനായ അക്ബർ 30,000 ഹിന്ദുക്കളെയാണ് കൊന്നിട്ടുള്ളത്. അയാളാണ് ദിൻ ഇലാഹി എന്നൊരു മതം സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. അത് മതേതര മതമായിരുന്നു എന്നൊക്കെ മാർക്സിസ്റ്റുകളായ ചരിത്രകാരന്മാർ എഴുതി പിടിപ്പിക്കുന്നത്. പിൽക്കാലത്തും നാം നോക്കേണ്ടത് 1921 സാധാരണഗതിയിൽ കേരളം ആക്രമണ വിമുക്തമാണ് എന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. 1921 മുമ്പും മലബാർ ഇസ്ലാമിക ആക്രമണങ്ങളുടെ ഭാഗമായിരുന്നിട്ടുണ്ട്. സാമൂതിരി ബീജാപ്പൂർ സുൽത്താനും മറ്റും ഇവിടെ നിന്ന് മാപ്പിള നാവികന്മാരെയും ഇവിടുത്തെ നാവികപ്പടയെയും ഒക്കെ അയച്ചു കൊടുത്തതായി ചരിത്രത്തിൽ വായിക്കാം. ഔറംഗസേബിന് സാമൂതിരി പടയാളികളെ അയച്ചു കൊടുത്തതായിട്ട് സേനയിൽ വായിക്കാം. മാത്രമല്ല സാമൂതിരി ഓരോ മുക്കുവ കുടുംബത്തിലും ഒരു മുക്കുവൻ മുസ്ലിം ആയിരിക്കണം, ഇസ്ലാമിൽ ചേർന്നിരിക്കണം എന്നൊരു നിയമവും കൊണ്ടുവന്നു. എങ്കിൽ മാത്രമേ നാവികപ്പടയിലേക്ക് വേണ്ടത്ര ആളുകളെ കിട്ടൂ എന്നാണ് സാമൂതിരി കണ്ടത്. അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തെയും ഇസ്ലാം
വലിയ തോതിൽ അട്ടിമറിച്ചതായിട്ട് ചരിത്രം വായിച്ചാൽ അറിയാം. ചരിത്രം വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. 1921 പോർച്ചുഗീസുകാർ കോഴിക്കോട് തുറമുഖം കീഴടക്കിയതിനെ തുടർന്ന് അവിടുത്തെ മാപ്പിളമാർ വീണ്ടും ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. അവർ വീണ്ടും കാർഷിക പണിയിൽ ഏർപ്പെടുന്നു. അവരല്ല ജന്മിമാർ, പക്ഷേ അവർ ജന്മിമാരുമായിട്ട് കയർക്കുന്നു. അങ്ങനെ ചരിത്രത്തിൽ 80ഓളം മാപ്പിള ലഹളകൾ ഉണ്ടായി എന്ന് നമുക്കറിയാം. 80 കൃത്യമായി പറഞ്ഞാൽ 83. ഈ മാപ്പിള ലഹളകൾ മുഴുവൻ ഹിന്ദുക്കൾക്കെതിരെയായിരുന്നു എന്നും നമുക്കറിയാം. പക്ഷേ ഹിന്ദുക്കൾക്കെതിരായ അത്തരം ലഹളകളും ആ കാലത്തെ മാർക്സിസ്റ്റ് ലഹളകളായിരുന്നു എന്ന് KN പണിക്കരെ പോലുള്ള മാർക്സിസ്റ്റ് ചരിത്രകാരന്മാർ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. ആ കാലത്ത് മാർക്സിസം ഒന്നുമില്ല. ഏതായാലും ജന്മിമാരെ മാപ്പിളമാർ ആക്രമിക്കുന്നത് മൊല്ലാക്കന്മാർ പറഞ്ഞിട്ട്, ആ കാലത്തെ തങ്ങൾമാരുമൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ വിഷം അവരിൽ കുത്തിവെച്ചിട്ടാണ് എന്നുള്ളതും ചരിത്രത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. മാർക്സിസ്റ്റുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നീട് ഇവിടെ പാർട്ടി ഉണ്ടായ ശേഷം അവരുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായ ഗംഗാധർ അധികാരി ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ച് ജിന്നയെ അനുകൂലിച്ചു, പാകിസ്ഥാനെയും അനുകൂലിച്ചു. ഇന്ത്യ രണ്ടാകണം എന്ന് അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു. 1946 പ്രത്യക്ഷ സമരദിനത്തിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി PC ജോഷിയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിൽ ഷഹീദ് സുഹ്രവർദി എന്ന മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിക്കൊപ്പം നിന്നു. 20,000-ഓളം ഹിന്ദുക്കളെ അവിടെ ആ പ്രത്യക്ഷ സമരദിനത്തിൽ ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 20 വരെ 4 ദിവസം കൂട്ടക്കൊല ചെയ്തു. അതിൻ്റെ കൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിന്നു. എന്നിട്ട് റഷ്യയുടെ മാതൃകയെ ഇങ്ങോട്ട് പകർത്തി അവിടെ സ്വയംഭരണം ആകാം, ചില പ്രവിശ്യകൾക്ക് സ്വയം നിർണയാവകാശമാകാം. പിന്നീട് നക്സലൈറ്റുകൾ എടുത്തിരുന്നൊരു വാദമാണ് ചില പ്രദേശങ്ങൾക്ക് സ്വയംഭരണ അവകാശം കൊടുക്കാം എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ തന്നെയാണ് കാശ്മീരിലും പറഞ്ഞുകൊണ്ടിരുന്നത് തീവ്രവാദികളും ഭീകരവാദികളും. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം അധികാരി, ഗംഗാധർ അധികാരി ജർമ്മനിയിൽ പഠിച്ച ആളാണ്. അവിടെ പഠിച്ചത് രസതന്ത്രമായിരുന്നു. അതിൽ അദ്ദേഹം ഡോക്ടറേറ്റ് ഗവേഷണം നടത്തിയതാണ്. അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഈ പാകിസ്ഥാനെ അനുകൂലിച്ചു, ജിന്നയെ അനുകൂലിച്ചു. അപ്പോൾ ഈ ദുഷ്ടചരിത്രങ്ങളിലൊക്കെ മാർക്സിസത്തിൻ്റെയും നിഴലുകൾ നമുക്ക് വീണ് കിടക്കുന്നത് കാണാം. അതുകൊണ്ട് അവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിക്കാൻ കഴിയുകയില്ല. പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഇനി നടത്തുമ്പോൾ അതിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ പാകിസ്ഥാൻ്റെ മുമ്പിൽ ഇനി വേറെ വഴി ഒന്നുമില്ല. പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ഷഹബാസ് ഷെറീഫിൻ്റെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒരു MP പൊട്ടിക്കരയുന്നത് കണ്ടു. പാകിസ്ഥാനെ പടച്ചോൻ രക്ഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കും പ്രാർത്ഥിക്കാം, പാകിസ്ഥാനെ പടച്ചോൻ രക്ഷിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.